വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളെ എതിരേറ്റത് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റ്സിന് തൊട്ടടുത്ത്, വളരെ അടുത്ത് തന്നെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് വന്നിട്ട് ഒരു വലിയ മാൾ, അത് ഇന്ന് മുഴുവൻ വളരെ പത്രങ്ങളിലൊക്കെ വന്ന വലിയൊരു വാർത്തയായിരുന്നു. ഒരു മാളിൽ അറ്റാക്ക് ചെയ്ത് അതിൽ 300-ഓളം പേരെ ബ്രൂട്ടലി അവർ കൊന്നുകളഞ്ഞു. അപ്പം ഞങ്ങൾ സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് ഈ മാൾ. അന്ന് രാവിലെ പോലും ഞങ്ങൾ പോയതാണ്. ഈ സംഭവം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാനും എൻ്റെ ക്യാമറാമാൻ കൃഷ് കൈമളും എൻ്റെ അസിസ്റ്റൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അരമണിക്കൂർ മുമ്പ്, ജസ്റ്റ് അരമണിക്കൂർ മുമ്പ് ഇന്ദ്രൻ വന്നിട്ട്, ഇന്ദ്രനും ഭാമയും കൂടെ വന്നിട്ട് പറയുകയാണ്, നമ്മൾ ഓൺ ദ വേ ആണ്, നിങ്ങളും വരണം, പെട്ടെന്ന് വരണം, നമുക്ക് മഴ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പോരണം ലൊക്കേഷനിൽ, എന്നിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ പോകുമായിരുന്നു. അത്രയും ഒരു സമയത്തിൻ്റെ ഒരു വ്യത്യാസത്തിനുള്ളിലാണ് ഈ സംഭവം നടന്നത്. അതിനകത്ത് പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഈ സിനിമയും ഉണ്ടാകുമായിരുന്നില്ല, നമ്മളും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു റിസ്ക് അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല. മാത്രമല്ല അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആയിട്ട് കമ്പാരിസൺ ഇല്ല. അവിടെ 2 തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. ഒന്ന് തീരെ പാവങ്ങളാണ്, മറ്റുള്ളവർ വളരെ റിച്ചാണ്, ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും വില കൂടിയ കാറുകളും ഏറ്റവും വില കൂടിയ ജീവിത സൗകര്യങ്ങളുള്ളവരാണ്. മറ്റുള്ളവരെല്ലാം തീരെ പട്ടിണി പാവങ്ങളാണ്, ഒരു നേരമൊക്കെ ആഹാരം കഴിക്കുന്നവരാണ്. പിന്നെ ട്രൈബൽ ലൈഫാണ്. ട്രൈബൽ ലൈഫ് നമുക്കറിയാം, മൃഗങ്ങളുടെ പച്ചമാംസവും മൃഗീയമാണല്ലോ ആ ജീവിതം. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്നൊരു മാറ്റവും അവിടെ, ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സിവിലൈസേഷൻ അവിടെ സംഭവിക്കുന്നതേ ഇല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ചെന്ന് അത്തരം ഒറിജിനൽ ലൊക്കേഷൻസ് ചെന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ലോകത്തിലെവിടെയായാലും മനുഷ്യനാണ്. അവന് സ്നേഹമുള്ളവനാണ്, കോപമുള്ളവനാണ്, ക്രൂദ്ധനാണ്, എല്ലാമാണ്. പക്ഷേ നമ്മളൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വളരെയേറെ അത്തരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. എങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തു. അതായത് ആഫ്രിക്കൻ ഒരു കൾച്ചറും ആഫ്രിക്കൻ ഒരു സംസ്കാരവും ആ ട്രൈബൽ സംസ്കാരത്തിൻ്റെ നന്മകളും, ആ ട്രൈബൽ സംസ്കാരത്തിന് പ്രകൃതിയുടെയും ഈ ഭൂമിയുടെയും ഒക്കെ ഒരുപാട് നന്മകളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പച്ച ചോരയാണ് കുടിക്കുന്നെങ്കിൽ പോലും നമ്മൾക്ക് ഒരിക്കലും അവരെ വെറുക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതവുമായിട്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ സത്യസന്ധത, അവരുടെ ജെനുവിനിറ്റി, അവരുടെ ഓതൻറ്റിസിറ്റി, പിന്നെ പ്രകൃതിയോടുള്ള അവരുടെ സ്നേഹം, അതിനോടുള്ള അടുപ്പം. ഇതൊക്കെ ഈ സിനിമയിൽ തീർച്ചയായിട്ടും വിഷയങ്ങൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷൻസ് ഇതിനുണ്ട്. അവരുടെയൊക്കെ നന്മകളും അത്തരത്തിലുള്ള ഒരു സിനിമയുടെ ഒരു എൻഡ് പോലും അത്തരത്തിലുള്ള നന്മകളുടെ ഒരു ഡോമിനേഷനാണ്. അത്തരം നന്മയിലേക്ക് എന്നാണ് ഈ സിനിമ എന്ന് അവസാനിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞാൽ എൻ്റെ ക്ലൈമാക്സിൻ്റെ സുഖം പോകുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു വലിയ നന്മയിലേക്ക് തന്നെയാണ് ഈ കഥാപാത്രങ്ങളും ഈ സിനിമയും ചെന്ന് ചേരുന്നത്. പ്രേക്ഷകരെയും നമ്മൾ കൊണ്ടെത്തിക്കുന്ന അവിടെ തന്നെയാണ്. അതായത് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയെ കാണുന്നത് നാച്ചുറലി സീരിയലിനെ കാണുന്ന പോലെയല്ല, അല്ല തന്നെ വേണം പറയാൻ. അല്ലാതെ നമ്മൾ പറയുന്നത് സിനിമ ഒരു ശില്പമാണ്. അതിന് ആദി മധ്യാന്തം ഉള്ള ഒരു ശില്പമാണ് സിനിമ. അതിനൊരു പൂർണ്ണതയുണ്ട്. അപ്പോൾ അത് ഇത്ര സമയബന്ധിതമാണ് ആ സിനിമ. അതിൽ വരുന്നവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒന്നിച്ചിരുന്ന് സിനിമ കാണുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ടെലിവിഷൻ മാധ്യമം വളരെ എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഇറ്റ് ഗോസ് സ്ട്രെയിറ്റ് ഇൻ ടു ദ ബെഡ്റൂം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന മാധ്യമമാണ് ടി വി, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന മാധ്യമമാണ് സിനിമ. അപ്പോൾ ഈ വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നും തിയേറ്ററിലെത്തിച്ച് സിനിമയെ പ്രേമിച്ച് സിനിമയെ കണ്ട് കാശ് മുടക്കി കാണുന്ന ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ടുള്ളതാണ് സിനിമ. മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഓപ്പറ എന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ നൈസിറ്റീസൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ് ടെലിവിഷൻ സീരിയൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ 2 മാധ്യമത്തെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. ടെലിവിഷനിലാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടെ ഞാൻ സമീപിച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ്. ഈ സോ കാൾഡ് സ്പൈസി പ്രോജക്റ്റുകൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ പ്രോജക്റ്റുകളും തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും നല്ല പഠനം വേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 2 മാധ്യമത്തിനോടും ഞാൻ വളരെയേറെ ആത്മാർത്ഥമായ സമീപനമാണ് എനിക്കുള്ളത്. വളരെ ചെറുപ്പത്തിലെ നമുക്കറിയാമല്ലോ, ബർഗ്മാൻ്റെ ആത്മകഥയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിനെ പിടിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു അലമാരയ്ക്കുള്ളിൽ അടച്ചിട്ടിരുന്നപ്പോൾ അതിലെ കീ ഹോളിലൂടെ നിന്ന് വന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ കണ്ട ഒരു രൂപമാണ് ഈ ബർഗ്മാൻ്റെ മനസ്സിൽ ആദ്യത്തെ സിനിമ സങ്കല്പം മുളപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ വളരെ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നവരാണ്. അന്ന് നമ്മൾ നാട്ടിൻപുറത്ത് ഒരു സിനിമ കൊട്ടകയിൽ പോയി
തറ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് വളർന്നവരാണ് കൂട്ടുകാരുമായിട്ട്. അപ്പം സിനിമയുടെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് അന്ന് ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം അന്ന് വന്നുകൊണ്ടിരുന്ന സിനിമകളെല്ലാം തന്നെ കഥാപരമായി വളരെ മേന്മയുള്ളതാണ്, ജീവിതഗന്ധിയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുന്ന വളരെ ഗംഭീരമായ നോവലുകളാണെന്ന് സിനിമകളാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കഥകൾ വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും പിന്നെ ജീവിതത്തെ നമ്മൾ അറിയുമ്പോഴൊക്കെ ഈ മാധ്യമം വല്ലാത്ത രീതിയിൽ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു നമ്മുടെ യാത്രയിൽ. അപ്പോൾ അതിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനേ നമുക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു മലയാളിക്കും സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. സിനിമകളില്ലാത്ത രാജ്യങ്ങളുണ്ട്, നമ്മൾ ചെല്ലുന്ന പല സ്ഥലങ്ങളിൽ സിനിമകളില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ ഈ സിനിമയിൽ നിന്നൊരു മലയാളിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്കും ഒരു സിനിമയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അവൻ്റേതായ ഒരു ലോകമുണ്ടല്ലോ, അവൻ്റേതായ ഒരു വിഷ്വൽ ഒരു ലോകമുണ്ട്, അവൻ്റെ കാഴ്ചയുടേതായ അവൻ്റെ ഒരു ലോകമുണ്ട്. ആ ലോകം സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഏതൊരു മലയാളിക്കും. ഏതൊരു മലയാളിയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ കണ്ടിറങ്ങുന്നവരോട് നമ്മൾ സംസാരിക്കണം. പല ഫിലിം മേക്കേഴ്സിനേക്കാൾ വളരെ ഓത്തൻറ്റിക്കായിട്ട് സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ മലയാളി പ്രേക്ഷകൻ ശരിക്കും പറഞ്ഞാൽ സിനിമ നിർമ്മിക്കുന്നവരെക്കാൾ വലിയ സിനിമക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, നമ്മൾ ഈ സിനിമയോടുള്ള നമ്മുടെ എനിക്ക് തോന്നുന്നു നമുക്കൊരു സെറ്റ് പാറ്റേൺ നമുക്കുണ്ട്. ഒരു സിനിമ ഫിലോസഫി, നമ്മൾ സിനിമ കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർട്ട് സിനിമകൾ, കൊമേഴ്ഷ്യൽ സിനിമകൾ, ന്യൂ ജനറേഷൻ സിനിമകൾ, അഥവാ അതല്ലാത്ത സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫോർമാറ്റ് ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കുറസോവയുടെ സിനിമ കാണുന്നതും നമ്മുടെ ഇവിടുത്തെ ജിത്തു ജോസഫിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് തരംഗം ഉണ്ടാക്കിയിട്ടുള്ള ജിത്തു ജോസഫിൻ്റെ സിനിമ കാണുന്നതും വളരെ വ്യത്യസ്തമായ മാനസികാവസ്ഥയിലിരുന്നുകൊണ്ടാണ്. നമ്മൾ പായസം കുടിക്കുന്നതും പിന്നെ മോര് കുടിക്കുന്നതും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലിരുന്നുകൊണ്ടാണ്. അപ്പം രസാനുഭൂതി ഉണ്ടാക്കുന്ന, ഉന്മേഷം ഉണ്ടാക്കുന്നതായിരിക്കണം കല എന്നാണല്ലോ എൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അത് ഏത് തരത്തിൽ വരുന്നതായാലും, ആരുണ്ടാക്കുന്നതായാലും, ഏത് രൂപത്തിൽ വരുന്നതായാലും അത് നമ്മളിൽ എന്തുണ്ടാക്കുന്നു, രസാനുഭൂതി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമുക്കറിയാം ജീവിതഗന്ധിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ജീവിതത്തിൽ ഇപ്പം ഈ ലൈഫ് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നാണ്. നമ്മൾ കഥകളിൽ കാണുന്നതിനേക്കാളൊക്കെ വിചിത്രമാണ് ജീവിതം. നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോഴും ചാനലിലെ ന്യൂസ് പ്രോഗ്രാംസ് കാണുമ്പോഴും എന്ത് വിചിത്രമായ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. വളരെ നമുക്കതൊരിക്കലും സിനിമയാക്കാനോ ഫാമിലിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പോലും പറ്റാത്ത തരത്തിലുള്ള വളരെ ക്രൂരവും വളരെ ഭീകരവുമായ സംഭവങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പലരും പലതരത്തിൽ സമീപിക്കും അത്ര. ഇപ്പം കിങ് ഡൂക്ക് ട്രിവാൻഡ്രത്ത് വന്നു, അദ്ദേഹം കൊണ്ടുവന്നൊരു സിനിമ, അദ്ദേഹത്തിനെക്കുറിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷകളോട് ഇരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന സിനിമ ഭയങ്കരമായ ഒരു വയലൻസിൻ്റെ സിനിമയായിരുന്നു. പലരും അത് കണ്ട് ഞെട്ടി, ചിലർ ബോധം കിട്ട് താഴെ വീണു, പ്രേക്ഷകർ എന്നാണ് പറയുന്നത്. പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നതാണ്. ഇതിൽ നമുക്ക് കിങ് ഡൂക്കിനെ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കണ്ട വയലൻസ്, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള വയലൻസ്, അദ്ദേഹം ഉൾക്കൊണ്ട വയലൻസ് അതായിരുന്നു. അപ്പോൾ ഓരോ ചിത്രകാരനും, ഓരോ സിനിമ രചയിതാവിനും, ഓരോ സിനിമാ സംവിധായകർക്കും അവരുടേതായ ഭാഷയും അവരുടേതായ ഒരു വിഷ്വൽ ലോകവും അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ടാകും. അത് അവർ കൊണ്ടുവരട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സ്വീകരിക്കാം. ചിലത് ജീവിതഗന്ധി ആയിരിക്കില്ല, ഉപരിപ്ലവമായിരിക്കും. ചിലത് വളരെ അടിത്തട്ടിൽ ചെന്ന് നമ്മൾ സ്പർശിക്കുന്ന ജീവിതഗന്ധിയായതായിരിക്കും. എല്ലാം വരണം എന്നുള്ളതാണ് എൻ്റെ